നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? പവൻ ഗോൾഡ് തിരൂർ. നമസ്കാരം, കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. തപാൽ ജീവനക്കാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ തിരു തപാൽ കൂട്ടം നടത്തുന്ന എഴുത്തുത്സവം 2.0 നവംബർ 23 ഞായറാഴ്ച തിരു തുഞ്ചംപറമ്പിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തപാൽ ജീവനക്കാരുടെ സമരൈക്യ പ്രസ്ഥാനമായ NFPയുടെ നേതൃത്വത്തിൽ നമ്മുടെ തിരൂർ തപാൽ ജീവനക്കാരുടെ സംഘടന കൂടിയായ NFPയുടെ നേതൃത്വത്തിൽ നാളെ തിരൂർ തുഞ്ചംപറമ്പിൽ വെച്ച് NFPയുടെ സാംസ്കാരിക മുഖമായ തിരൂർ തപാൽ കൂട്ടം ഒരു എഴുത്തുത്സവം എന്നുള്ള പരിപാടി നടത്തപ്പെടുകയാണ്. ജീവനക്കാരുടെ ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇത്തരമുള്ളൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. ജീവനക്കാരുടെ സാംസ്കാരികവും കലാപരവും കായികപരവുമായ എല്ലാ പരിപാടികളെയും കോർത്തിണക്കിക്കൊണ്ട് ഏറ്റവും വലിയൊരു പരിപാടി തന്നെയാണ് തിരൂരിൽ NFPയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ ഞങ്ങളൊരു സ്പോർട്സ് ഫെസ്റ്റ് നടത്തിയിരുന്നു, ഗോൾ ഫെസ്റ്റ് എന്നറിയപ്പെടുന്ന രീതിയിൽ. അത് ജീവനക്കാരുടെ കായികപരമായ മത്സരങ്ങളായിരുന്നു. അതിനുശേഷം തപാൽ ജീവനക്കാരും കുടുംബങ്ങളും പങ്കെടുക്കുന്ന ഒരു മഹത്തായ പരിപാടി നാളെ എഴുത്തുത്സവം എന്നുള്ള ഒരു സാംസ്കാരിക പരിപാടി തുഞ്ചംപറമ്പിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ചടങ്ങ് പ്രസിദ്ധ എഴുത്തുകാരനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സിനി ആർട്ടിസ്റ്റ് മണികണ്ഠൻ പട്ടാമ്പി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പൂക്കാസ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണി ആമ പാറക്കൽ, തിരൂർ പോസ്റ്റൽ സൂപ്രണ്ട് MK ഇന്ദിര എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ഒരു മഹത്തായ പരിപാടി നാളെ എഴുത്തുത്സവം എന്നുള്ള ഒരു സാംസ്കാരിക പരിപാടി തുഞ്ചംപറമ്പിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതനായ ഫിലിം ആർട്ടിസ്റ്റും അതുപോലെ തന്നെ മറിമായം ഫെയിം കൂടിയായ മണികണ്ഠൻ പട്ടാമ്പി ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ണി ആമ്പാറക്കൽ, ഞങ്ങളുടെ തിരൂർ പോസ്റ്റൽ സൂപ്രണ്ട് ശ്രീമതി MK ഇന്ദിര എന്നിവർ ഈ പരിപാടിയിൽ സംബന്ധിക്കും. ഈ സാംസ്കാരിക എഴുത്തിൻ്റെ ചെയർമാനും കൂടിയായ നമ്മുടെ VKT വിനു, അദ്ദേഹമാണ് ഈ സംഗതി കോർഡിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരനും കവിയുമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം 1-2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഏറ്റവും അവസാനം എഴുതിയ ഒരു നോവൽ കൂടിയ ഗുൽബർഗ എന്നൊരു പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തൽ കൂടി ഈ പരിപാടി വിളിച്ച് നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സംഘടനാ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനമായി സർഗാത്മകമായി മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടിൽ 2015 എഴുത്ത് തിരൂർ തപാൽ കൂട്ടം എന്നുള്ള ഞങ്ങളുടെ ഈ സാംസ്കാരിക വിഭാഗം NFPയുടെ ഈ സാംസ്കാരിക വിഭാഗം തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നതും ആദ്യ പരിപാടി നടത്തുന്നതും. അതിൻ്റെ തുടർച്ചയായി എല്ലാ വർഷവും ഇതുപോലുള്ള കുടുംബ സംഗമങ്ങളും ഇതുപോലുള്ള സാംസ്കാരിക കായിക കലാപരിപാടികളും തിരൂരിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 10ാം വാർഷികം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് എഴുത്തുത്സവം 2.0 എന്നുള്ള പേരിലാണ് ഈ സാംസ്കാരിക കലാ കായിക മാമാങ്കം തിരൂർ തുഞ്ചംപറമ്പിൽ നാളെ അരങ്ങേറുന്നത്. ഇത് ജീവനക്കാരുടെ സ്ട്രെയിനും എല്ലാം ഉള്ള ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി അവർക്ക് അവരുടെ കലാപരമായുള്ള പല കാര്യങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഇത്. അതുപോലെ തന്നെ ഇപ്പോൾ സംഘടനാപരമായിട്ട് പറയുകയാണെങ്കിൽ തപാൽ ഓഫീസുകളിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഈ കാലത്ത് തൊഴിൽ സുരക്ഷ ഒട്ടും തന്നെ ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണം, ഒരു പ്രക്ഷോഭ പരിപാടി പോലെ സാംസ്കാരികമായി മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം ഞങ്ങൾ നടത്തുന്നത്. ഇതിൽ പ്രമുഖരായ പല വ്യക്തികളും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. 2 സെഷനായിട്ടാണ് ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. രാവിലെ ഉദ്ഘാടന സെഷനും മറ്റു കാര്യങ്ങളും, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം തപാൽ കുടുംബത്തിലെ കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു കലാപരിപാടികളാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള നാടകങ്ങൾ ഉൾപ്പെടെ ഗാനമേള അതേപോലുള്ളത് വിവിധ ഇനങ്ങളായിട്ടുള്ള കലാപരിപാടികളാണ് ഈ പരിപാടിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ജോലിപരമായിട്ടുള്ള ഈ സ്ട്രെസ്സിൽ നിന്ന് എല്ലാവരും ഒരു ഒത്തൊരുമയും
അതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിലാക്സും കൂടിയാണ് ഇത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പരിപാടി നടത്തിയിട്ടുണ്ട്. ഇത്തവണ അത് കുറച്ചുകൂടി വിപുലമായിട്ട് തുഞ്ചൻ പറമ്പിൽ വെച്ചിട്ട് ഒരുപാട് ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി വലിയൊരു കുടുംബ സംഘമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ NFPE നേതാക്കളായ NP അബ്ദുൽ ഖാദർ, VKT വിനോദ് കുമാർ, സതീശൻ പനച്ചിക്കൽ, പ്രദീപ് കന്മനം എന്നിവർ പങ്കെടുത്തു.